സ്വാതി മലിവാളിന്റെ പരാതിയിൽ അരവിന്ദ് കെജ്രിവാളിന്റെ PA ഭൈഭവ് കുമാർ അറസ്റ്റിൽ. പിടിയിലായത് കെജ്രിവാളിന്റെ ഔദ്യോഗിക വസതിയിൽ നിന്നാണ്. അതേസമയം സ്വാതി മലിവാളിന് കെജ്രിവാളിന്റെ വസതിയിൽ വെച്ച് നേരിട്ടത് അതിക്രൂര മർദ്ദനമെന്നാണ് മെഡിക്കൽ റിപ്പോർട്ട് പുറത്തുവന്നിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങളുമായി ഐസൻ ജോസ് ചേർന്നുണ്ട്. ഐസൻ, എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പുറത്തുവരുന്നത്? വിഷ്ണു, ഇപ്പോൾ ഭൈഭവ് കുമാറിൻ്റെ അറസ്റ്റ് ഉണ്ടായി. ഭൈഭവ് കുമാറിനെ സിവിൽ ലൈൻ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു എന്ന വിവരമാണ് ഏറ്റവും പുതിയതായി ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത്. ഇന്ന് രാവിലെയാണ് സ്വാതി മലിവാളിനെ ക്രൂരമായ മർദ്ദനമേറ്റിരുന്നുവെന്ന മെഡിക്കൽ റിപ്പോർട്ടിൻ്റെ വിശദാംശങ്ങളെല്ലാം തന്നെ പുറത്തു വന്നത്. മെഡിക്കൽ റിപ്പോർട്ടിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്, സ്വാതി മലിവാളിൻ്റെ കാലിലും ഇടുപ്പല്ലിലും അതുപോലെ തന്നെ വയറിനും നെഞ്ചിനുമെല്ലാം ചവിട്ടേറ്റതിൻ്റെയും കടുത്ത മർദ്ദനമേറ്റതിൻ്റെയും പാടുകളും അതിൻ്റെ പരിക്കുകളുമുണ്ട് എന്ന് വളരെ വ്യക്തമാക്കി പറഞ്ഞിരുന്നു. കാലിനകെല്ലാം തന്നെ ഉള്ള പരിക്ക് അതീവ ഗുരുതരമായ സ്വഭാവമുള്ളതാണ് എന്ന് പോലും വ്യക്തമാക്കുന്ന ഒരു മെഡിക്കൽ റിപ്പോർട്ടാണ് ഇന്ന് പുറത്തു വന്നത്. ഇതിൻ്റെ FIRൻ്റെ വിശദാംശങ്ങളും ഇന്നലെ പുറത്തു വന്നിരുന്നു. ഇത്തരത്തിലൊരു പരാതി മെയ് 13 ഈ സംഭവങ്ങളെല്ലാം ഉണ്ടായതിനു ശേഷം സ്വാതി മലിവാളിനെ ക്രൂരമായി ഭൈഭവ് കുമാർ ആക്രമിക്കുകയായിരുന്നു എന്നാണ് സ്വാതി മലിവാളിൻ്റെ പരാതി. നമുക്കറിയാവുന്നതാണ്, സ്വാതി മലിവാൾ 2015 മുതൽ ഡൽഹി വനിതാ കമ്മീഷൻ്റെ അധ്യക്ഷയായി കൂടിയിരുന്ന ഒരു വ്യക്തി കൂടിയാണ്. അത്തരത്തിലൊരു വ്യക്തിയുടെ നേരെ ഇത്തരം കഠിനമായ ക്രൂരമായ ഒരു ആക്രമണം നടത്തുന്നത് ഡൽഹി മുഖ്യമന്ത്രിയുടെ പിന്തുണയുടെ ആ ഒരു ബലത്തിൽ തന്നെയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. മാത്രമല്ല, ഇപ്പോൾ ഭൈഭവ് കുമാറിനെ അറസ്റ്റ് ചെയ്തതും മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ എന്നതാണ് ഏറെ ഗൗരവമർഹിക്കുന്നൊരു വിഷയം. ഇത്തരത്തിലൊരു കുറ്റവാളിയെ നേരത്തെ ഇക്കഴിഞ്ഞ ദിവസം ജാമ്യത്തിലുള്ള കെജ്രിവാളുമായി വാർത്താസമ്മേളനത്തിൽ ഇക്കാര്യം ചോദിച്ചപ്പോൾ അദ്ദേഹം മൗനം പാലിക്കുകയായിരുന്നു. അത്തരത്തിലൊരു സ്ത്രീവിരുദ്ധമായ നിലപാടുകൾക്ക് പിന്തുണ നൽകുന്ന ഒരു നീക്കം അരവിന്ദ് കെജ്രിവാളിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുവെന്ന അതീവ ഗൗരവമായൊരു രാഷ്ട്രീയ പശ്ചാത്തലം അല്ലെങ്കിൽ സാമൂഹ്യ രാഷ്ട്രീയ വിമർശനാത്മകമായ ഒരു പശ്ചാത്തലം കൂടി ഈ കേസിൻ്റെ അനുബന്ധമായി ഉയർന്നു വരുന്നു എന്നതാണ് ഏറെ ഗൗരവമർഹിക്കുന്നൊരു വിഷയം. എന്തുതന്നെയായാലും സ്വാതി മലിവാളിൻ്റെ പരാതിയിൽ നടപടികളുണ്ടായിരിക്കുന്നു. സ്വാതി മലിവാളിൻ്റെ പരാതി ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ അവർ ഉപദ്രവിക്കപ്പെട്ടിരിക്കുന്നു എന്ന് മെഡിക്കൽ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. ഇതിൻ്റെയെല്ലാം അടിസ്ഥാനത്തിൽ ഭൈഭവ് കുമാറിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ അറസ്റ്റ് രേഖപ്പെടുത്തി തുടർ നടപടികളിലേക്ക് നീങ്ങുക, അതായത് കടുത്ത കുറ്റകൃത്യങ്ങളാണ് ചെയ്തത്, സ്ത്രീകൾക്കെതിരായ അതിക്രമം, അതുപോലെ തന്നെ ആക്രമിക്കൽ, പരിക്കേൽപ്പിക്കൽ, ഇത്തരത്തിലുള്ള വിവിധങ്ങളായ വിഷയങ്ങൾ അതീവ ഗൗരവമായ ജാമ്യമില്ലാത്ത വകുപ്പുകൾ ചേർത്ത് ഇയാളെ കസ്റ്റഡിയിലെടുക്കുന്നതിനും നിയമ നടപടികൾക്ക് വിധേയമാക്കുന്നതിനും സാധ്യതയുള്ള ഒരു സ്വഭാവമുള്ള കേസായാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും അതീവ ഗൗരവമുള്ളൊരു സംഭവമാണ് അരവിന്ദ് കെജ്രിവാളിൻ്റെ വീട്ടിൽ വെച്ചുണ്ടായിരിക്കുന്നത് എന്നത് ഏറെ ഗൗരവതരമാണ്. മാത്രമല്ല, ഇവർ ഒരു രാജ്യസഭാ അംഗം കൂടിയാണ്. അതിൻ്റെ ആ ഒരു പശ്ചാത്തലത്തിൽ കൂടി പരിശോധിക്കുമ്പോൾ രാജ്യസഭാ അംഗത്തെ അതിക്രൂരമായി ആക്രമിച്ചു എന്നുള്ളത് അതീവ ഗൗരവമുള്ളൊരു വിഷയമായി തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇത് രാഷ്ട്രീയമായി വലിയ ആഘാതം ആം ആദ്മി പാർട്ടിക്ക് ഉണ്ടാക്കുമെന്ന കാര്യത്തിലും തർക്കമില്ല. ഐസൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിൽ അറസ്റ്റ് നടപടി എന്ന് പറയുന്നത് അത് വൈകിയാണ് സംഭവിച്ചെങ്കിൽ കൂടിയും ഇനിയുള്ള പോലീസിൻ്റെ അടുത്ത നീക്കങ്ങളൊക്കെ എങ്ങനെയായിരിക്കും? അറസ്റ്റ് നടപടിക്ക് ശേഷം മറ്റ് നടപടിക്രമങ്ങളൊക്കെ എങ്ങനെയാണ്? തീർച്ചയായും അറസ്റ്റിന് ശേഷം ഇയാളെ കോടതിയിൽ ഹാജരാക്കുക എന്ന ആ ഒരു പ്രാഥമിക നടപടി തന്നെയായിരിക്കും ഉണ്ടാവുക. തുടർന്ന് തീർച്ചയായും ഈ PA, അതായത് അരവിന്ദ് കെജ്രിവാളിൻ്റെ PAയെ റിമാൻഡ് ചെയ്യുന്നതിനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. കാരണം അത്രയും ക്രൂരമായ അതിക്രമം, സ്ത്രീകൾക്കെതിരായ ഒരു അക്രമം തന്നെയാണ് നടന്നിരിക്കുന്നത്. മാത്രമല്ല, ഇയാൾ തെളിവ് നശിപ്പിക്കാൻ സ്വാധീനമുള്ളൊരു വ്യക്തി കൂടിയായതിനാൽ റിമാൻഡ് ചെയ്യുന്ന കാര്യത്തിൽ വിട്ടുവീഴ്ച ഉണ്ടാകില്ല കോടതിയുടെ ഭാഗത്തു നിന്ന് എന്ന് തന്നെ നമുക്ക് അനുമാനിക്കാൻ സാധിക്കും. തുടർ നടപടികളുടെ ഭാഗമായിട്ടായിരിക്കും അന്വേഷണങ്ങളെല്ലാം തന്നെ നടക്കുക. പിന്നീട് തുടർ ചോദ്യം ചെയ്യലുകൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി വീണ്ടും നടപടിക്രമങ്ങളിലേക്ക് നീങ്ങും, കസ്റ്റഡിയിൽ വാങ്ങിയതിന് ശേഷം എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതീവ ഗൗരവമർഹിക്കുന്നൊരു വിഷയം, ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഒരു സ്ത്രീയെ, അതും രാജ്യസഭാ അംഗമായ അല്ലെങ്കിൽ പഴയ വനിതാ കമ്മീഷൻ അധ്യക്ഷ കൂടിയായ ഒരു വ്യക്തിയെ ആക്രമിക്കാൻ ഒരുങ്ങിയിരിക്കുന്ന ഒരാളെ സംരക്ഷിച്ചിരിക്കുന്നു അരവിന്ദ് കെജ്രിവാൾ എന്ന അതീവ ഗുരുതരമായൊരു വിഷയമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇത് ഏറെ ഗൗരവമേറിയൊരു വിഷയം തന്നെയാണ്. കേവലം ഒരു നിയമ നടപടി എന്നതിനപ്പുറം, അല്ലെങ്കിൽ ഒരു നിയമ നടപടിയുടെയോ പോലീസ് നടപടിയുടെയോ ഭാഗം എന്നതിനപ്പുറം മുഖ്യമന്ത്രിയുടെ വസതിയിൽ ഇത്തരത്തിലൊരു ആക്രമണമുണ്ടായി. ആ ആക്രമണത്തിന് നേതൃത്വം നൽകിയയാളെ മുഖ്യമന്ത്രി സംരക്ഷിച്ചിരിക്കുന്നു. ആ സംരക്ഷിച്ചയാളെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ആ മർദ്ദനമേറ്റ സ്ത്രീ ഒരു രാജ്യസഭാ MP, സ്വന്തം പാർട്ടിയുടെ ആം ആദ്മിയുടെ തന്നെ രാജ്യസഭാ MP കൂടിയാണ് എന്ന അതീവ ഗൗരവതരമായൊരു വിഷയത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. തീർച്ചയായും ഇത് വലിയ രാഷ്ട്രീയ ചർച്ചകൾക്കും അതുപോലെ തന്നെ സാമൂഹ്യ സ്ത്രീപക്ഷ വിഷയങ്ങളിലെ വലിയ ചർച്ചകൾക്കും വഴിവെക്കുമെന്ന കാര്യത്തിലും തർക്കമില്ല. ഇതുതന്നെയായാലും തുടർ നടപടികളുടെ ഭാഗമായി ഇയാളെ കോടതിയിൽ ഹാജരാക്കുന്നതിനുള്ള നീക്കങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. ഐസൻ, മറ്റൊരു കാര്യം, ഇനി ലഭ്യമാകേണ്ടത് തെളിവുകൾ തന്നെയാണ്. ഇത്തരത്തിൽ പറയുന്നത് പോലെ തന്നെ ഈ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ളവ ഇനി കണ്ടെടുക്കേണ്ടതുണ്ട്. അതുമാത്രമല്ല, തെളിവ് നശിപ്പിക്കപ്പെടാനുള്ളൊരു സാധ്യത കൂടി മറുവശത്ത് നിലനിൽക്കുമ്പോൾ ഇനി അത്തരത്തിൽ ഇത്തരം തെളിവുകൾ ശേഖരിക്കുന്നതിലുള്ള നടപടികളും എങ്ങനെയായിരിക്കും?
തീർച്ചയായും ഈ തെളിവെടുപ്പിൽ ഏറെ പ്രാധാന്യമർഹിക്കുന്നത് തന്നെയാണ് വിഷ്ണു ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെയുള്ള CCTV ദൃശ്യങ്ങൾ. ആ CCTV ദൃശ്യങ്ങൾ റിക്കവർ ചെയ്യുന്നതിനുള്ള നീക്കങ്ങൾ ഇന്നലെ തന്നെ ഡൽഹി പോലീസ് ആരംഭിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ ഡൽഹി പോലീസിൻ്റെ കസ്റ്റഡിയിൽ ആ ദൃശ്യങ്ങൾ ഉണ്ടായിരിക്കാമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ ദൃശ്യങ്ങളുടെയും അതുപോലെ തന്നെ മെഡിക്കൽ റിപ്പോർട്ടിൻ്റെയും പശ്ചാത്തലത്തിൽ കൃത്യമായി കുറ്റകൃത്യം തെളിയിക്കുന്നതിനുള്ള തെളിവുകൾ മറ്റൊരു തെളിവുകൾ തേടേണ്ടതില്ല. മറിച്ച് ഈ തുടർന്ന് ഇത് ചോദ്യം ചെയ്യുന്നതിനും ഇതിൻ്റെ മോട്ടീവ്, അതായത് എന്തിനാണ് ഈ ആക്രമണം ഉണ്ടായത് എന്നത് സംബന്ധിച്ചാണ് ഇനി പരിശോധിക്കപ്പെടേണ്ടത്. ആ ഗൂഢാലോചനയുണ്ടോ, അതിലാരെങ്കിലും പങ്കാളികളായിട്ടുണ്ടെങ്കിൽ അത് കെജ്രിവാൾ തന്നെയാണോ എന്നതും ഗൗരവതരമായി നിരീക്ഷിക്കേണ്ട ഒരു വിഷയമാണ്. എന്തിനാണ് സ്വന്തം പാർട്ടിയിലെ അംഗമായ ഒരു രാജ്യസഭാ അംഗം കൂടിയായ തങ്ങളുടെ പാർലമെൻറ്റ് പ്രതിനിധി കൂടിയായ ഒരാളെ ഇത്തരത്തിൽ ക്രൂരമായി ആക്രമിച്ചത്, അത് മുഖ്യമന്ത്രിയുടെ വീട്ടിൽ വെച്ച് ആക്രമിച്ചത് എന്നത് അതീവ ഗൗരവമുള്ളൊരു വിഷയമാണ്. എന്ത് ധൈര്യത്തിലാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് നിങ്ങൾ കയറി വരുന്നത് എന്നൊക്കെ മലിവാളിനോട് ചോദിച്ചു, സ്വാതി മലിവാളിനോട് വൈഭവ് ചോദിച്ചു എന്നീ ആരോപണമെല്ലാം തന്നെ നിലനിൽക്കുന്നുണ്ട്. അത്തരത്തിലുള്ള പരാതികളെല്ലാം തന്നെ മലിവാളിൻ്റെ പരാതിയിലും അതുപോലെ തന്നെ FIRലും എല്ലാം വളരെ കൃത്യമായി നമുക്ക് വായിക്കാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ തുടർ നടപടികൾ ഏത് രീതിയിലായിരിക്കും അതിൻ്റെ ആഘാതങ്ങൾ ഉണ്ടാക്കുക എന്നതാണ് ഗൗരവതരം. കാരണം ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ടോ, ഇവരെ ആക്രമിക്കാൻ ആരെങ്കിലും നിർദ്ദേശം നൽകിയിരുന്നോ, നിർദ്ദേശം അരവിന്ദ് കെജ്രിവാളിൻ്റെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തന്നെ ആക്രമിച്ചത് എന്നാണ് മലിവാൾ പറയുന്നത്. എങ്കിൽ കൂടി അതിന് എന്തെങ്കിലും വാസ്തവമുണ്ടെങ്കിൽ തീർച്ചയായും അരവിന്ദ് കെജ്രിവാളിന് നേരെ ഈ നിലവിലുള്ള ഈ അഴിമതി കേസുകൾക്കപ്പുറം വലിയൊരു ഗുരുതരമായ സ്ത്രീപീഡന കേസിലേക്ക് കൂടി കാര്യങ്ങൾ പോകുന്നൊരു സാഹചര്യം ഉണ്ടാകും. അങ്ങനെയെങ്കിൽ അത് മറ്റൊരു പ്രശ്നത്തിലേക്ക് ചെന്നെത്തും. ഇതിനെ ആസൂത്രണം ചെയ്തത് ആരാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ പുറകിൽ ഗൂഢാലോചന നടത്തിയത് ആരാണ് എന്നതുകൂടി കണ്ടെത്തുന്നതോടെയായിരിക്കും, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഗൂഢാലോചന ഉണ്ടോ എന്ന് വ്യക്തമാകുന്നതോടെ ഏറെ ഗൗരവമുള്ളൊരു കേസായി ഇത് മാറുകയും ചെയ്യുമെന്ന കാര്യത്തിൽ തർക്കമില്ല. തീർച്ചയായും നേരത്തെ വിഷ്ണു സൂചിപ്പിച്ചതുപോലുള്ള CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള തെളിവുകൾ, അതുപോലെ തന്നെ മെഡിക്കൽ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലുള്ള തെളിവുകൾ, അത്തരത്തിലുള്ള സാഹചര്യങ്ങളെല്ലാം തന്നെ ഈ രണ്ടും ചേർന്ന് നിന്നാൽ തന്നെ, അതായത് മെഡിക്കൽ റിപ്പോർട്ടിൻ്റെയും ആ മെഡിക്കൽ റിപ്പോർട്ടിൽ ഉണ്ടായ ആ ശാരീരികാഘാതങ്ങളുടെ ശാരീരികമായ പ്രശ്നങ്ങളുടെ വിവരങ്ങളും അതുപോലെ തന്നെ ഈ CCTV ദൃശ്യങ്ങളിൽ കാണുന്ന ആ ആക്രമണത്തിൻ്റെ ദൃശ്യങ്ങളും ചേർന്ന് പോവുകയാണെങ്കിൽ തീർച്ചയായും വൈഭവ് കുമാറിന് നേരെ ശക്തമായ നടപടികളും ക്രിമിനൽ നടപടികളും ഉണ്ടാകാനുള്ള സാധ്യത ഒട്ടും തള്ളിക്കളയാനാവില്ല. എങ്കിൽ അതിന് പുറകിൽ എന്തിനു വേണ്ടി അയാൾ ഇത് ചെയ്തു എന്നത് പരിശോധിക്കപ്പെടേണ്ടി വരുമ്പോഴായിരിക്കും അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെയുള്ളവരെ സംശയിക്കേണ്ടി വരിക. നിലവിൽ അത്തരത്തിലുള്ള സൂചനകളൊന്നും പോലീസ് നൽകുന്നില്ലെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചന ഈ അരവിന്ദ് കെജ്രിവാളിൻ്റെയോ അല്ലെങ്കിൽ ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടോ എന്നും പരിശോധിക്കപ്പെടേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ അത് വലിയൊരു വ്യവഹാരമായി, വലിയൊരു കേസായി മാറാനുള്ള സാധ്യതയിലേക്ക് തന്നെയാണ് നിലവിലെ സാഹചര്യങ്ങൾ വിരൽ ചൂണ്ടുന്നത്. വ്യക്തമാണ്. ഐസൺ ജോസാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.